സ്നേഹവും പരിഗണനയും ലഭിക്കാത്ത കുട്ടികൾ സ്കൂളിലെത്തുമ്പോൾ അവിടെയും അവൻ സഹാനുഭൂതിയോ സ്നേഹമോ പഠിക്കുന്നില്ല. മൂല്യബോധം നഷ്ടപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായം അവനെ വീണ്ടും നശിപ്പിക്കുന്നു. നഴ്സറി മുതൽ 4ാം ക്ലാസ് വരെ സമൂഹത്തിൽ ഒരു നല്ല വ്യക്തിയായി എങ്ങനെ ജീവിക്കണം എന്ന ബാലപാഠങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. പണ്ടത്തെ ഒരു വിദ്യാർത്ഥി രാവിലെ സ്കൂളിൽ പോകുന്നു, ഇന്റർവെൽ സമയത്ത് ഓടിക്കളിക്കുന്നു, വൈകുന്നേരം വീട്ടിലെത്തിയാൽ ബാഗ് വലിച്ചെറിഞ്ഞ് കളിക്കാൻ ഓടുന്നു. ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. സ്കൂൾ വിട്ടു വന്നാൽ ട്യൂഷൻ, അത് കഴിഞ്ഞാൽ ഹോംവർക്ക്. സ്വന്തം മക്കളെ ചേർത്ത് പിടിക്കാനോ കേൾക്കാനോ പോലും സമയമില്ലാതെ നെട്ടോട്ടം ഓടുന്ന പാരന്റ്സ്. നിങ്ങൾ ജോലി ചെയ്യുന്നതും മക്കൾ അവരുടെ കഴിവനുസരിച്ച് പഠിക്കുന്നതും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണെന്നും അതിലൂടെ നല്ല സമൂഹത്തെ സൃഷ്ടിക്കലാണ് ലക്ഷ്യം എന്നും പറഞ്ഞു കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ, നീ പഠിച്ചാൽ നിനക്ക് കൊള്ളാം എന്ന ഡയലോഗ് അങ്ങ് നിർത്തുക. അക്രമവാസന ഉണർത്തുന്ന ഗെയിമുകൾ കുട്ടികളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഗെയിമുകളിൽ മൂല്യബോധം ആവശ്യമില്ലാത്ത ഒന്നാണ് എന്ന രീതിയിലാണ് ഉള്ളത്. ഡിജിറ്റൽ സ്പേസിൽ ഇത്രയും അക്രമ സ്വഭാവമുള്ള ഗെയിമുകൾ കളിക്കുന്ന കുട്ടിക്ക് അക്രമവാസന ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മൊബൈൽ ഫോണിൽ നിങ്ങളുടെ കുട്ടി കാണുന്നത് എന്താണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾ മാതാപിതാക്കളാണ്. ഞാൻ ഫോണിൽ നോക്കി പഠിക്കുക പല കുട്ടികളുടെയും ഡയലോഗാണ്. തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ആരുടെയും പിറകിലായി പോവണ്ട എന്ന് കരുതി 24 hours അവരെ ഫോൺ ഏൽപ്പിക്കുന്ന മാതാപിതാക്കൾ അറിയാൻ. നിങ്ങളുടെ മക്കൾ പഠനത്തിൽ പിറകോട്ട് പോയാലും ഭാവിയിൽ ജയിലിൽ പോകാതിരിക്കാൻ ഇത് നിയന്ത്രിക്കുക.